പച്ചക്കള്ളം, വ്യാജമായ പ്രചരണം, വിശ്വാസികളെ വൈകാരികമായ ഒരു തെറ്റിദ്ധാരണയുടെ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് ഒരു പുകമറ സൃഷ്ടിച്ച് ഇടതുപക്ഷം ശബരിമല എന്തോ തകർക്കാൻ പോകുന്നു, കൊള്ളയടിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി. അതല്ലേ സത്യം? കോൺഗ്രസിന്റെ മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാറിന്റെ സഹോദരൻ പെൻഷൻ വാങ്ങാതെ വീട്ടിലിരിക്കുകയാണ്. ശബരിമല കൊള്ളയടിച്ചതിനാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എത്ര നല്ല പ്രചരണ വിഷയമാണ് വേണമെങ്കിൽ. ഒരു മന്ത്രിയുടെ സഹോദരനാണ്. പക്ഷെ നമ്മൾ ആ നിലയിലാണോ പ്രചരണം ഏറ്റെടുത്തത്? പരാജയപ്പെട്ടാൽ അന്തസ്സായി പരാജയപ്പെടും. അതല്ലാതെ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ, കളവ് പറയാൻ, അങ്ങനെ വോട്ട് നേടാനല്ല നാം ശ്രമിച്ചത്. നൈമിഷികമായ തോൽവികൾ ഉണ്ടായേക്കാം, പക്ഷേ അതൊന്നും സ്ഥായിയായി നിലനിൽക്കില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ശബരിമലയെ കുറിച്ച് ഒരു അക്ഷരം ഉരിയാടുന്നില്ലല്ലോ. കോൺഗ്രസിൽ ആരെങ്കിലും ശബരിമലയെ കുറിച്ച് ഇപ്പോ മിണ്ടുന്നുണ്ടോ? ഇപ്പൊ ആരെങ്കിലും പാരടി പാടുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ഓരോ ദിവസം കഴിയും തോറും ശബരിമല കൊള്ളയിൽ പ്രതിസ്ഥാനത്തേക്ക് കടന്നു വരുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. സമുന്നതരായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ജയിലിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അന്വേഷണം കഴിഞ്ഞ 20 കൊല്ലത്തേക്ക് നീളുന്നു. പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് ആര് എന്നിപ്പോ വ്യക്തമായി. വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തത് ആര് എന്ന് വ്യക്തമായി. തന്ത്രി ജയിലിലായി. അന്വേഷണം ഡൽഹിയിലേക്ക് നീളുന്നു എന്നതാണ് ഒടുവിലത്തെ വിവരം. ഞാൻ ഈ ഘട്ടത്തിലും ആരുടെയെങ്കിലും പേര് പറയാനോ രാഷ്ട്രീയമായ താല്പര്യത്തോടെ ആർക്കെങ്കിലും എതിരെ വിധി തീർപ്പാക്കാനോ ശ്രമിക്കുന്നതേയില്ല. അത്തരം അന്തസ്സില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രചരണത്തിനും ഒരു കാലത്തും CPIM നിന്നിട്ടില്ല. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ, ഹൈക്കോടതി മേൽനോട്ടം വഹിക്കട്ടെ, തെറ്റ് ചെയ്തവരെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ഇപ്പോ ഓരോ ദിവസം കഴിയും തോറും ചിത്രം തെളിയുമ്പോ, കാര്യങ്ങൾ വ്യക്തമാകുമ്പോ ശബരിമല കൊള്ളയുടെ മുഖ്യ സൂത്രധാരന്മാർ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാരാണെന്നും അവരുടെ അത്യുന്നത നേതൃത്വത്തിലേക്ക് തന്നെ ഈ കൂട്ടുകള്ള കച്ചവടത്തിന്റെ അടിവേരുകൾ നീളുന്നതും നാട് തിരിച്ചറിയാണ്. പക്ഷെ അപ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കുറെ ആളുകളെ പറ്റിക്കാൻ പറ്റി, കുറെ വിശ്വാസികൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, കുറച്ചാളുകൾ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതിലൊന്നും നമുക്കൊരു സങ്കടവുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചരിത്രത്തിൽ എത്ര പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നാം.